പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ടും കട്ട കെട്ടാതെയൊക്കെ ചെയ്തെടുക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിത്. രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതുപോലെ കറക്റ്റ് ആയിരുന്നാൽ മതി. നല്ല സോഫ്റ്റായിട്ട് ഉപ്പുമാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ചൂട് കെട്ടിയുള്ള കടായി വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് റവ. ഇത് വറുത്ത റവയാണ് എങ്കിൽ പോലും നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. റവ എടുക്കുന്ന അതേ പാത്രത്തിൻ്റെ അളവിലായിരിക്കണം വെള്ളവും എടുക്കേണ്ടത്. ഈ വറുത്തെടുക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഒട്ടും കട്ടയില്ലാതെ നല്ല പിരിപിരാന്ന് കിട്ടുകയും ചെയ്യും. തീ അല്പം കുറച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് റവ തരികൾ ഒന്നുകൂടി ഒന്ന് വെളുത്ത് പൊരിഞ്ഞതുപോലെ തോന്നും. അതുവരെ വറുത്തെടുക്കണം. അത് നിർബന്ധമാണ്. ഇതായിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. അതേ കടായി വെച്ചിട്ടുണ്ട്. ഒരല്പം നെയ്യും എണ്ണയോടെ മിക്സ് ചെയ്യാം. നെയ്യ് നിർബന്ധമില്ല. വെളിച്ചെണ്ണയോ മറ്റ് ഓയിൽ എന്തുമാകാം. എണ്ണയിലിതാ കുറച്ച് നിലക്കടല വറുക്കാത്താണ് ചേർക്കുന്നത്. ഒന്ന് വറുത്തെടുക്കണം. നിങ്ങളുടെ കൈവശം വറുത്തതാണെങ്കിലും വറുക്കാത്ത നിലക്കടലയാണെങ്കിലും ഇതുപോലെ എണ്ണയിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുത്തിരിക്കണം. നിലക്കടല ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ എണ്ണ തന്നെയാണ്, വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് കശുവണ്ടി കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് രണ്ടും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വറുത്തെടുക്കാം. ബാക്കി വന്ന അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരല്പം ഉഴുന്നുപരിപ്പ് ചേർക്കാം. വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. കടലപ്പരിപ്പ് ചേർക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർക്കുക. എരിവ് കുറവായത് കാരണം കുറച്ചേറെ ചേർത്തിട്ടുണ്ട്. 2-3 ചേർക്കാം. 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ 1 കപ്പ് ക്യാരറ്റ് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 1 സവാള കനം കുറച്ച് അരിഞ്ഞ് ചേർക്കുക. കൂടെ കുറേയേറെ കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒട്ടും ബ്രൗൺ ആകരുത്. ഒന്ന് വഴന്ന് കിട്ടുക വേണം. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർക്കണം. ഇവിടെ ഞാൻ ക്യാരറ്റ് സവാള ഒപ്പത്തിനാണ് ചേർത്തത്. കാരണം ക്യാരറ്റ് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞത്. അതുകൊണ്ടാണ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതെങ്കിൽ സവാള പകുതി വഴന്നതിന് ശേഷം ക്യാരറ്റ് ചേർക്കുക. ഇതിപ്പോൾ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ആ 2 ഗ്ലാസ് റവ ചേർക്കുക. കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കുക. സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിക്കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണയൊക്കെ റവത്തരിയിലൊക്കെ നല്ലവണ്ണം ഒന്ന് പിടിച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് ഈ റവ ഒരല്പം ചൂടാവുകയും ചെയ്യും. ആ മിക്സ് ചെയ്യുന്ന സമയം മതി ഇത് ചൂടാകാനായിട്ട്. ഈ സമയത്ത് ഞാൻ അടുപ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിൽ ഒഴിക്കാനായിട്ട്. അളവ് ഞാൻ പറയാം. തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം വേണം നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാനായിട്ട്. അളവെടുത്തിരിക്കുന്നത് റവ എടുത്ത അതേ ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ആ വെള്ളമയം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. ഇനി ലാസ്റ്റ് വരെയും ആ കുറഞ്ഞ തീ തന്നെ മതിയാവും. തീ കൂട്ടി കൊടുക്കുകയോ ചെയ്യരുത്. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമയം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനിയും ചേർക്കേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കുക. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി മൂടി വെക്കണം. ഇനി ഇതൊരു മൂടി വെക്കണം. കുറഞ്ഞ തീയിൽ തന്നെ. ഏകദേശം 2 ഗ്ലാസ് എടുത്തത് കാരണം 6 മിനിറ്റോളം വേണ്ടി വരും. 5-6 മിനിറ്റ് നേരം. അതിൽ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ തുറന്നിട്ട് വീണ്ടും അതേ കുറഞ്ഞ തീയിൽ തന്നെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഒരു പകുതി സമയം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കട്ട പോലെ കാണുന്നതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് തന്നെ അത് പൊടിഞ്ഞു വന്നോളും. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പം ബാക്കി 3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ തീയിൽ.
ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം നല്ലവണ്ണം. കുറഞ്ഞ തീയിൽ മൂടി വെച്ചത് ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങ ചേർക്കുവാണേ. ഇഷ്ടമുള്ള അളവിൽ തേങ്ങ ചേർക്കാം. ഇനി സാധാരണ ഞാൻ ഇതിലൊരല്പം പഞ്ചസാര ലാസ്റ്റ് ചേർക്കാറുണ്ട്. ഇത് ഒട്ടും നിർബന്ധമില്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനൊരല്പം പഞ്ചസാര ചേർക്കാറുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് നെയ്യ് വേണേലും 1 സ്പൂൺ ചേർത്ത് ഈ കൂട്ടത്തിൽ ഇളക്കി എടുക്കാവുന്നതാണ്. ഇനി തേങ്ങ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ. ഇനി ഗ്യാസ് മിക്സ് ആയതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റ് നേരത്തേനെ ഒന്ന് മൂടി വയ്ക്കുക. ഇനി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇളക്കുമ്പോൾ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അത് തന്നെ പൊടിഞ്ഞു വരികയും ചെയ്യും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റും കറക്റ്റ് നനവുമാണ്. നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒട്ടലുണ്ടാവുമല്ലോ റവയുടെ, അതൊക്കെ ഈ സമയത്ത് ഇളക്കുമ്പോൾ അതെല്ലാം തന്നെ ഇളകി വരും. കറിയൊന്നുമില്ലാതെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ വൈകുന്നേരം വരെ ഇത് സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റവ ആദ്യമേ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. വെള്ളം അടുപ്പ് വെച്ച് തിളച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം വറ്റിപ്പോവും. വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കണേ. കമൻറ്റും തരാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.